വെൽക്കം ടു സി പെർസ്പെക്റ്റീവ്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തിയേറ്ററിൽ ഫ്ലോപ്പായൊരു സിനിമയാണ്. ആ സിനിമയുടെ പേരാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. ഞാൻ ഈ അടുത്തിടയ്ക്കാണ് മെനഞ്ഞതാണ് ആ സിനിമയിൽ നിന്ന് കാണുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഇത് തിയേറ്ററിൽ ഫ്ലോപ്പായി. പിന്നെ ഞാൻ ആലോചിച്ചു ഞാൻ പോലും അത് തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല, കാരണം അതൊരു ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റാതെ പോയതാണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഞാനും അത് തിയേറ്ററിൽ മിസ്സായൊരു സിനിമയാണ്. ബട്ട് ഐ ഷുഡൻറ്റ് ഹാവ് മിസ്ഡ്. ഇത് ആക്ച്വലി ഒരു ഡാർക്ക് മൂവിയാണ്, പക്ഷേ അത്യാവശ്യത്തിന് നല്ല കോമഡി ഉണ്ട്. ഡാർക്ക് കോമഡി എന്ന് പറയാം. ദ സ്റ്റോറി ഈസ് പ്രിറ്റി ഡിഫറെൻറ്റ് ദാൻ വാട്ട് യു നോർമലി സീ. പക്ഷേ ഇതങ്ങ് പീക്കിലേക്ക് പോകുന്നത് നമുക്ക് ഒരിക്കലും ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സിനിമയായി മാറുന്നത് ഇതിൻ്റെ പെർഫോമൻസസ് കൊണ്ടാണ്. ദിലീഷ് പോത്തൻ അമേസിങ്, നമ്മുടെ അമ്പാൻ അമേസിങ് ആക്ടിങ്, ആൻഡ് ദ സ്റ്റാർ ഓഫ് ദ മൂവി കുഞ്ചാക്കോ ബോബൻ. എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്ക് പുള്ളിക്കൊരു സ്റ്റേറ്റ് അവാർഡ് ഡിസേർവിങ് മൂവി ആയിരിക്കണം തോന്നുന്നു. കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ഇൻ റീസെൻറ്റ് ടൈം എന്നല്ല, ഹിസ് കരിയർ എന്ന് പറയാം. അടിപൊളിയാണ്. ഈവൻ ഡയറക്ടർ ചിദംബരം അതിൽ അഭിനയിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇനീഷ്യലി വിചാരിച്ചത് ഓക്കെ ഒരു നോൺ ഫേസ് അല്ലെങ്കിൽ ഒരു നോൺ നെയിം ഇൻക്ലൂഡ് ചെയ്യാനായിരിക്കും. നല്ല പുള്ളി അടിപൊളിയാണ് ഈ സിനിമയിൽ. ജാഫർ ഇടുക്കി വാസ് അങ്ങ് ജീവിക്കുമായിരുന്നു. പുള്ളി ജാഫർ തന്നെയാണ് പേര്. പുള്ളി അങ്ങ് ജീവിക്കുമായിരുന്നു ആ സിനിമയിൽ. ആൻഡ് കമ്മിങ് ടു ദ മ്യൂസിക് വാസ് റിയലി ഗുഡ്. സിനിമാറ്റോഗ്രാഫി വാസ് ബ്രില്യൻറ്റ്. കളർ ഗ്രേഡിങ് വാസ് അമേസിങ്. ഓൺലി ആ ഒരു സിനിമയുടെ ലാസ്റ്റ് ക്ലൈമാക്സ് വരുമ്പോൾ മാത്രം ഇറ്റ് കുഡ് ഹാവ് ബീൻ എ ലിറ്റിൽ ബെറ്റർ എന്ന് തോന്നിപ്പോയി. ടിൽ ദെൻ ദ മൂവി വാസ് വെരി എൻഗേജിങ്. ഇറ്റ് വാസ് ലൈക്ക് നമ്മൾ സീറ്റ് എഡ്ജ് എന്നൊക്കെ പറയാമല്ലോ. ത്രില്ലർ ചോദിച്ചാൽ ത്രില്ലറാണ്. ഇറ്റ് ഗോസ് ഇൻ എ വെരി വിയേർഡ് മൂവിയാണ്. പക്ഷേ വർത്ത് എ വാച്ച്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ OTTയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്, നിങ്ങൾ കാണണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദാറ്റ് മൂവി. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് യുവർ ഒപ്പീനിയൻസ് അബൌട്ട് ദ മൂവി. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.